ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ ലീവിന് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ അതെ, ഇപ്പോഴും അതെ, എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും കറങ്ങാൻ പോകും. അപ്പോൾ ഇപ്പോൾ കോട്ടയംകാരോട് എവിടെയാണ് കറങ്ങാൻ പോകണമെന്ന് ചോദിക്കാൻ നമ്മൾ നേരെ ലുലു മാളിലേക്കാണ് പോകുന്നത്. അവൾ വന്നിട്ട് ലുലു മാളിലെ കോട്ടയത്ത് ലുലു മാളിൽ പോയിട്ടുമില്ലായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ടയർഡായപ്പോൾ നമ്മൾ നേരെ ജ്യൂസും മാംഗോ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് നല്ല പവറായിട്ട് പിന്നെ നേരെ നമ്മൾ ഫാഷൻ സ്റ്റോറിലേക്ക് പോയി. നടക്കാനുള്ളതാണല്ലോ. പിന്നെ കുറേ നേരം ഈ ബാഗിൻ്റെ ഭംഗി നോക്കി വായും പൊളിച്ച് കുറേ നേരം നിന്നു. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഏരിയയിൽ വലിയ കളക്ഷൻസ് തലയും വാലും ഇല്ലാത്തൊരു ഡ്രസ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ തല എവിടെ ചാലു? തല കിട്ടി ഫൈനലി. ഇതുപോലത്തെ പാവകൾ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനൊന്നും വലിയ കളക്ഷൻസ് ഈ ലുലു മാളിലുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഇടയ്ക്ക് ഇവളെ കാണാതെ പോവും. ഫോൺ നോക്കി നടക്കുന്ന ഇടയ്ക്ക് ഇപ്പോൾ കാണാതെ പോവും. പരിസരം മറന്നു പോകും. എൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ്. പിന്നെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഒരു ഏരിയയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്ക് ഉള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ടിട്ട് വന്നു. പിന്നെ കുനാഫ കഴിക്കണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു കുനാഫ ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് കുനാഫ. പക്ഷെ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ 65 അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 65ഉം നമ്മൾ എന്താ മേടിച്ചാൽ നമ്മൾ പാസ്തയും 65ഉം മയോണൈസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് കഴിച്ച്. 65 അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ പണ്ടത്തെ അത്ര കളക്ഷൻസ് ഇല്ല, എന്നാലും സീനില്ല. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ അടുത്ത ലീവിന് ഞങ്ങൾ രണ്ടുപേരും നാട്ടിലെത്തുമ്പോൾ ഇനി അടുത്ത ട്രിപ്പ് പോകും. അതുവരേക്കും ബൈ.